നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ പലരും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനകൾ പലതും സംഭവിക്കാറില്ല, നടക്കാറില്ല. അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? നമുക്ക് അത് സംസാരിക്കാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ തിരുമേനിയാണ്. തിരുമേനി നമസ്കാരം. പലരും തിരുമേനി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് അത് നടത്തി തരുന്നില്ലല്ലോ, എന്റെ അസുഖം മാറുന്നില്ലല്ലോ. വളരെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ ഈ പ്രാർത്ഥനകൾ ചിലപ്പോൾ നടക്കാറില്ല. അതിനെപ്പറ്റി പറഞ്ഞ് വീണ്ടും വ്യാകുലപ്പെടും. ഈ പ്രാർത്ഥനകൾ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ? ആ പ്രാർത്ഥന ചൊല്ലുന്നതിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ ഫലിക്കാത്തത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാല് രാവിലെ നന്നായി വിശക്കുന്നു. നമ്മൾ മസാല ദോശ മനസ്സിൽ ധ്യാനിച്ചാൽ വയറ് നിറയില്ല. ഇല്ല, മസാല ദോശ കഴിക്കണം. ആദ്യം നമ്മൾ ഈശ്വരന് വേണ്ടി എന്താ നമ്മൾ ചെയ്യണേ എന്നൊന്ന് ചിന്തിക്കണം. നമ്മൾ എന്താണ് ഒരു ഈശ്വരന് വേണ്ടി സമർപ്പിക്കണേ? ആ നമ്മുടെ സമർപ്പണം കൃത്യമായല്ലേ നമുക്ക് ലഭിക്കുള്ളൂ. ഒരു സമർപ്പണവും ഇല്ലാതെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യമില്ല. മനസ്സിൽ രാവിലെ വിളക്ക് കൊളുത്തണം, എനിക്ക് അത് കിട്ടണം, എനിക്ക് ഇത് കിട്ടണം, ഇങ്ങനെ കിട്ടുന്ന ഒരു കാര്യങ്ങളുടെ നീണ്ട നിര അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം ഒരു ബ്രോക്കറാണ്, വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം മേടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞ സങ്കല്പത്തിലുള്ള പ്രാർത്ഥന ഒരു ഫലവും നൽകില്ല. അപ്പൊ എങ്ങനെയായിരിക്കണം പ്രാർത്ഥന? ഒരു ഭക്തൻ ദേവസങ്കല്പത്തിലും ദേവസമ്പ്രദായത്തിലും വിശ്വാസിയായിരിക്കണം. ദേവനിലും വിശ്വാസം ഉണ്ടാവണം, ദേവനാമങ്ങളിലും വിശ്വാസം ഉണ്ടാവണം. അതാണ് ആദ്യം വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറാവണം, അത്യാവശ്യം നാമജപം വേണം. ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിയെയും ജപിക്കുന്ന നാമത്തിലെ മൂർത്തിയെയും ഒരു വിശ്വാസി ആയാൽ മാത്രമാണ് അവന് ഫലം കിട്ടുള്ളൂ. ആരെയും കാണിക്കാൻ വേണ്ടില്ല, വിശ്വാസിയായിരിക്കണം. ഒരാളിപ്പോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഭയങ്കര അസുഖമാണ്, എനിക്ക് അസുഖം മാറുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് മാറാത്തത്? അങ്ങനെ വ്യാകുലപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അയാളുടെ അസുഖം മാറുന്നില്ല. അപ്പം ആ പ്രാർത്ഥനയുടെ രീതി തെറ്റായത് കൊണ്ടാണോ അയാളുടെ അസുഖം മാറാതിരിക്കുന്നത്? അല്ല, അങ്ങനെ തെറ്റായത് കൊണ്ട്, പ്രാർത്ഥന തെറ്റായത് കൊണ്ട് മാത്രമല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അദ്ദേഹം അസുഖം മാറുന്നതിന് ഇപ്പൊ ഒരു കഷ്ടകാലം, അതായത് പൂർവ്വജന്മഹൃദം ശാപം വ്യാധി രൂപേണ ജായതേ ഒരു പ്രമാണമാണ്. രോഗമുണ്ടാവാനായിട്ട് എന്തെങ്കിലും ശാപാദികൾ അനുഭവിക്കാൻ യോഗമുണ്ട്. ആ അനുഭവിക്കാനുള്ള യോഗം എന്ത് കാരണം കൊണ്ടാണെന്ന് കണ്ടെത്തി അതേ മൂർത്തിയെ ഭജിക്കുക. ഇപ്പം ഒരു കാരണവന്മാരൊക്കെ ചെയ്ത മുജ്ജന്മശാപാണ് നാരായണനാമം ജപിക്കുക, അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്താണ് നമശിവായ ജപിക്കുക. അങ്ങനെ ആ നാമജപത്തിൽ ആദ്യം നമ്മൾ മുഴുകുക. ആ നാമജപത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ മഹാദേവനാണെ മഹാദേവൻ, മഹാവിഷ്ണു ആണെ മഹാദേവനുള്ള വിശ്വാസം. ആ ജപത്തിൽ നമുക്കുള്ള വിശ്വാസം അത് ആദ്യം വേണം. രണ്ടാമതൊരു ഭക്തന് വേണ്ടത് ക്ഷമ വേണം. അതായത് എല്ലാ കാര്യവും ATM കാർഡ് പോലെ ക്ഷമ വേണം. ഇന്ന് വൈകുന്നേരം ജപിച്ചു, നമശിവായ 1008 ചോദിച്ചു, അരമണിക്കൂർ കഴിയുമ്പോൾ 1008 നമശിവായ ചോദിച്ചിട്ട് ഒരു ഫലവുമില്ല. അപ്പൊ തന്നെ ശിവനെ ചീത്തയും വിളിച്ചു. പിന്നെ എന്താ ഗുണം? അങ്ങനെയല്ല, നമുക്കത് ഭഗവാൻ ഇങ്ങനെ നോക്കും, ഇവൻ എത്ര സത്യസന്ധനാണ് എന്നിങ്ങനെ ഭഗവാനും നോക്കൂല്ലോ. ഈ കാര്യത്തിന് വേണ്ടി മാത്രം വന്നിരിക്കണ ഭക്തനാണോ എന്ന് അദ്ദേഹം സ്വർണം ഒരയ്ക്കണത് പോലെ ഭക്തനെ ഒരയ്ക്കും എന്നാ പറയണേ. അപ്പൊ നമ്മൾ അങ്ങനെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാണ്ട് നമുക്ക് തന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ്, ഇപ്പൊ എനിക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നതിന് നന്ദിയുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലം എങ്ങനെയായിരിക്കും? അല്ല, അത് വേണം. അങ്ങനെയാണ് വേണ്ടേ. നമ്മൾക്ക് ഇതുവരെ തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കണം. അല്ലാണ്ട് എപ്പോഴും ഈ പരാതി മാത്രം പറയരുത്. തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി കൂടി പറയുമ്പോ, അല്ല, നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ എന്നും വിശ്വസിക്കുമ്പോഴാണ് ഭക്തനാവണേ. ഇത് പ്രാർത്ഥിക്കല് മാത്രമല്ല, നമ്മുടെ വിശ്വാസം ആവണം. അതായത് ഇപ്പം നമ്മൾക്ക് എന്താ പറയണേ, അതൊരു വിശ്വാസമാണ്. SSLC പാസ്സായാൻ പറ്റി, അതിനകത്ത് എല്ലാത്തിനും A+ കിട്ടി. അങ്ങയുടെ സഹായവും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് ഫുൾ A+ കിട്ടി. ഭഗവാനെ, അങ്ങയുടെ ആ കാരുണ്യത്തിന് നന്ദി എന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്. പലരും ഈ A+ കിട്ടി കഴിയുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ മറക്കും. ഞാൻ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് പഠിച്ച എന്റെ ട്യൂഷൻ ടീച്ചറുടെ കഴിവെന്ന് എത്ര പേര് കേട്ടോ, ഭഗവാന്റെ കാര്യം മറക്കും. എന്നിട്ട് ഇനി അടുത്തത് കിട്ടാത്ത കാര്യത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ആ രീതിയിലാണ്. നമ്മളിപ്പോ എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ
ന അക്ഷരം നാസ്തി മന്ത്ര. മന്ത്രമില്ലാത്ത അക്ഷരമല്ല. നമ്മളെ നാക്കിനും വാക്കിനും ഒക്കെ ശക്തിയുണ്ട്. നമ്മൾ പലപ്പോഴും നിസ്സാരം എന്ന് വിചാരിച്ചു പറയണ കാര്യങ്ങൾ നമുക്ക് തന്നെ ബാധയാകുകയാണ്. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന ഓരോ ദുഷ്ടത്തരം അതായത് വാക്കുകൾ കൊണ്ട് മറ്റേ അങ്ങനെയുള്ള ദോഷം, ഇങ്ങനെയുള്ള ദോഷം, അവരുടെ ദോഷം, ഈ ദോഷം, ആ ദോഷം, ഇതൊക്കെ മാറണമെന്ന് കുറേ പ്രാവശ്യം ആ ദോഷത്തെ ഉച്ചരിക്കുന്നത് പോലും നമുക്ക് തിരിച്ചടിക്കും. ആ ഓരോ വാക്കിന് പോലും അർത്ഥമുണ്ട്. ആ അർത്ഥം നമുക്ക് ബാധിക്കണം. ഇപ്പൊ എന്തുകൊണ്ടാണ് നമഃശിവായ ജപിച്ചാൽ മഹാദേവന്റെ ശ്രീത്വം വരുന്നത്, നാരായണനാമം ജപിച്ചാൽ ആ മഹാവിഷ്ണുവിന്റെ ശ്രീത്വം കിട്ടുന്നത്. അതുപോലെ തന്നെ എനിക്ക് എന്താണോ വിധിക്കപ്പെട്ടത്, എനിക്ക് എന്താണോ അനുഗ്രഹിക്കപ്പെട്ടത്, എന്താണോ അങ്ങയുടെ ഇഷ്ടപ്രകാരം തരേണ്ടത്, ആ തരേണ്ടതിന് ഒരു മുടക്കം കൂടാതെ തരിക. അത് വാങ്ങിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അത് കിട്ടും. ആരോഗ്യം അങ്ങ് തരണം. അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ നന്നായി ജീവിക്കുക. ഈ ഒരു സങ്കല്പത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതായത് ദുഷ്ടവാക്കുകൾ കൊണ്ട് നിറഞ്ഞുള്ള പ്രാർത്ഥന. അതായത് ദുഷ്ടവാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത, എന്നുവെച്ചാൽ ചീത്ത വിളിക്കണമെന്ന് അർത്ഥമല്ല. ഇപ്പൊ ഞാൻ പറയാണ്, ഭഗവാനെ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ഭയങ്കര ശത്രു, അവനെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദുഷ്ടപ്രാർത്ഥനയാണ്. ശത്രുവാണെങ്കിൽ പോലും അതൊരു ദുഷ്ടപ്രാർത്ഥന. ആരെ നശിക്കാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. അവന്റെ തലയിൽ ഇടുത്തി വീഴണേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കില്ല. നമ്മളൊരു സ്ഥലത്ത് നമ്മളൊരു ഇന്റർവ്യൂ ആകുമ്പോ ബാക്കി എല്ലാരും തോക്കണേ, ഞാൻ മാത്രം ജയിക്കണേ. ആ തോൽക്കണേ എന്നുള്ള എഫക്റ്റീവ് ആവണേ. ആദ്യത്തെ വേട് അതല്ലേ, അത് നമുക്ക് ആദ്യം. അപ്പൊ നമ്മൾ തന്നെയാ തോൽക്കണേ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മള് വേറൊരാള് എന്നുള്ളതല്ല, നമുക്ക് എന്താണോ വിധിക്കപ്പെട്ട കാര്യങ്ങൾ ആ നമ്മൾ വിധിക്കപ്പെട്ട നമ്മളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം പ്രാർത്ഥന. അതിനുവേണ്ടി നല്ല വാക്കുകൾ കൊണ്ട് ചേർന്ന പ്രാർത്ഥനയായിരിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ വിധിക്കാൻ നിൽക്കരുത്. അത് ഈശ്വരൻ വിധിച്ചോളും. അല്ല, അത് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം ഏറ്റവും വലിയ മഹാഭാവമാണ് അങ്ങയുടെ കുറ്റം ഞാൻ നനയ്ക്കുന്നത് പോലും. ഞാൻ പണ്ടൊരു നമ്പൂതിരിക്കുണ്ടായ കഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ എന്റെ കുറ്റം പറഞ്ഞിട്ട്. അതുപോലെ ഒരിക്കലും നമ്മൾ അങ്ങയുടെ ഒരു കുറവുകളെ കുറിച്ചും ഞാൻ ചിന്തിക്കുമ്പം ഞാൻ വളരെ മോശക്കാരനായാണ്. എന്നെ ദൈവം അത്രയും അനുഗ്രഹം കുറയ്ക്കുകയാണ്. അങ്ങയുടെ ഒരു കുറവുകളും ചിന്തിക്കാൻ എനിക്ക് അധികാരമില്ല. അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. അതായത് നമ്മുടെ നന്മകൾ, നമുക്ക് ദൈവം ഈശ്വരൻ തന്ന കൃപകൾക്ക് നമ്മൾ നന്ദി പറയുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത് ഈശ്വരൻ തീരുമാനിച്ചോളും എന്ന മട്ടിൽ ഉള്ള പ്രാർത്ഥനകളാണ് നമുക്ക് ഗുണം നൽകുന്നത്. അതെ, ഭഗവാന് നമ്മളിപ്പോ എന്താ പറയാം, നമ്മളിപ്പോ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ ഭഗവതിയെ നമ്മൾ അമ്മ സങ്കല്പത്തിലാണ് കാണുക. അപ്പൊ അമ്മയോട് നമുക്ക് എന്താ വാത്സല്യമുണ്ട്. അമ്മ എനിക്ക് തരണേ അത് എന്ന് പറയാം. ഈ മഹാദേവനും മഹാവിഷ്ണു ഒക്കെ ആണെങ്കിൽ അതിനുള്ള ഭാഗ്യമാക്കണേ എനിക്ക്. കാരണം അവരുടെ ഭാഗ്യമാണ് അവരുടെ ഭാഗ്യം തന്നെ. നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഗ്രഹമാണ്. നമ്മുടെ ആ ഒരു ലാളിത്യമാണ് അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ടത്. അത് നമ്മൾ നാമം ജപിച്ചാൽ നമ്മളെക്കാളൊക്കെ അദ്ദേഹത്തിന് അവനെന്താ കൊടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ആദ്യം ചോദിച്ച ഒത്തിരി ചെയ്തിട്ടും ഫലം കിട്ടണില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇവന് കൊടുക്കേണ്ട സമയമായില്ലെന്ന്. കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താലുള്ള ഫലം എന്താന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പില് മനസ്സുകൊണ്ട് അർപ്പിതമായി നിൽക്കുന്ന, ഈശ്വര സങ്കല്പത്താൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവസങ്കല്പത്തിന് മുമ്പിലേക്ക് കൃത്യമായ നാമജപാദികളും ദർശനങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സിനെയും ശരീരവും പുണ്യമാക്കുമ്പോൾ നമ്മൾ ലഭിക്കേണ്ടതായ പുണ്യവും നന്മയും ഭഗവാൻ നമുക്ക് തന്നുകൊള്ളും. ഒരസംശയമില്ല, പലിശ കൂട്ടി ഇരട്ടിയായിട്ട് നമുക്ക് തരും. മറ്റുള്ളവരുടെ വേണ്ടി അവർക്ക് ദോഷം വരണമെന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കരുതെന്ന് ഇപ്പൊ തിരുമേനി പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലര് എനിക്ക് എന്നും അസുഖമാണല്ലോ, എനിക്ക് രോഗമാണല്ലോ, ദുരിതമാണല്ലോ എന്നും ഈ എന്താ പറയാ പരാതികൾ പറഞ്ഞ് മാത്രം ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണോ? എന്നാൽ എനിക്ക് ആരോഗ്യം ഇത്രയും തന്നല്ലോ, എനിക്ക് ഇപ്പോഴും ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് ഇത്രയും എങ്കിലും സമ്പത്ത് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾക്കാണോ കൂടുതൽ ഫലമുണ്ടാകുക? ഈ രോഗം ദുരിതം എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനകള് അത് നിരന്തരമായിട്ട് ആ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മെ ബാധിക്കില്ലേ? ഇതെല്ലാം ബാധിക്കും. അക്ഷരം നാസ്തി മന്ത്ര എന്ന് ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഓരോ വാക്കുകളും മന്ത്രങ്ങൾ തന്നെയാണ്. ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ നമ്മുടെ സ്വയം കയറ്, എനിക്ക് കടമാണ്, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ഐശ്വര്യം ഇല്ല, എനിക്ക് നന്മയില്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പോലും സാമ്പത്തികപരമായി എനിക്ക് തരാവുന്നത് തരണേ ഭഗവാനെ, എനിക്ക് നല്ല ആരോഗ്യം തരണേ, എനിക്ക് നല്ല ബുദ്ധി തരണേ, എനിക്ക് നല്ല ഈശ്വരീയത തന്നെ, അങ്ങേ ഓർക്കാനുള്ള മനസ്സെനിക്ക് തരണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നമ്മൾ
ആ അതിന്റെ നെഗറ്റീവ് വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഒരു പ്രാർത്ഥനയെ പോലും. ചിലര് കാണാമല്ല, സങ്കടം കൊണ്ടാണെങ്കിലും നടക്കെ നിന്നുകൊണ്ട് കരഞ്ഞ് അങ്ങ് പൊട്ടി നൊലോളിക്കും. ഈ പൊട്ടി നൊലോളിച്ചിട്ട് പറയണത് ഇതുപോലെ നമ്മുടെ ഞാൻ ജനിച്ച പിന്നെ മുഴുവൻ വിഷമതയാണ്, ഞാൻ ജനിച്ച പിന്നെ കഷ്ടതയാണ്, അങ്ങനെ. അതിനും ഭേദം മനുഷ്യർക്കായാലും അത് കുറച്ചു നേരം കേട്ട് കഴിയുമ്പോ എന്തൊരു. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അതിനും ഭേദം ഭഗവാനെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണേ, എൻ്റെ മക്കളുമായിട്ട് എനിക്കൊരു യോജിപ്പ് ഉണ്ടാവണേ, അങ്ങനെ ആ സന്തോഷകരമായ പ്രാർത്ഥനയിലേക്ക്. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടെന്നൊരു വാക്ക്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സമാധാനം കിട്ടണേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടണേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാവണേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ശ്രേഷ്ഠമായ ജീവിതം ഉണ്ടാവണേ, അങ്ങയുടെ ആരം കൊണ്ട് സാമ്പത്തികപരമായ പുരോഗതി ഉണ്ടാവണേ. ഈ രീതിയിലേക്ക് പ്രാർത്ഥനകളെ ഒന്ന് മാറ്റുമ്പോൾ കിട്ടാവുന്ന ഗ്രോത്ത് വളരെയാണ്. നമ്മുടെ വാക്കുകൾക്കാണ് അർത്ഥം. ഈ എന്താ പറയണേ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ നിയമം കേട്ടിട്ടുണ്ടാവും അങ്ങ്. നമ്മുടെ മനസ്സ് എന്തിനെയാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നത് നമ്മളിൽ വന്നു ചേരുമെന്ന് പറയണേ. നമ്മുടെ മനസ്സിനകത്ത് നിരന്തരം സങ്കടം തന്നെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരിക്കലും നമുക്ക് സങ്കടം മാറില്ല. നമ്മൾ ആ മനസ്സിനകത്ത് എന്താണ് തദാസ്തു എന്ന് ഈശ്വരന്മാർ പറഞ്ഞ പോലെ, നീ എന്താണോ നിരീക്കുന്നത് അത് നിനക്ക് സംഭവിക്കട്ടെ എന്നാ പറയണേ. അപ്പൊ നമ്മൾ നിരീക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെയുള്ള ചിന്തകള്, സന്തോഷത്തോടെയുള്ള ദൃഷ്ടികള്, സന്തോഷത്തോടെയുള്ള മനോവികാരങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും, സന്തോഷം അനുഭവം. അപ്പൊ എന്തിനെയാണോ നമ്മൾ അട്രാക്ട് ചെയ്യണത് നമ്മൾ മൈൻഡാ തീരുമാനിക്കണം, നമ്മുടെ ചിന്തകളാ തീരുമാനിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈശ്വരാംശം ഉള്ള ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കണം. മുഴുവൻ നമ്മൾ ആ ഈശ്വരൻ വന്നിതെടുത്ത് കളഞ്ഞിട്ട് ബാക്കി അവിടെ സന്തോഷം നിറച്ചു വെക്കുമല്ല. നമ്മുടെ മനസ്സും ആധികാരികമാണത്, ചിന്തകള് കേമാവണം. അപ്പോഴും കുറച്ചുകൂടെ അതിന്റെ വ്യത്യാസമുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? തിരുമേനി നമ്മോട് സംസാരിച്ചത് ഏറ്റവും ലളിതമായി സംസാരിച്ചത് നമ്മൾ ഏവരും ശ്രമിച്ചു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.